وأما الذين ابيضت وجوههم ആരൊരാളുടെ മുഖം നാളെ പ്രസാദിച്ചുവോ പ്രകാശിച്ചുവോ ഫീ റഹ്മത്തില്ലാഹ് അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ് അതിനെന്ത് വേണം? ഒന്നു കൊടുക്കണം, എപ്പോഴും ഒന്നു കൊടുക്കണം. അതിനുള്ള ഉലമാക്കൾ നമുക്ക് ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നുവിന്റെ അവയവങ്ങൾ കഴുകുമ്പോ ദുനിയാവിന്റെ കാര്യം സംസാരിച്ചുകൊണ്ട് ഒന്നു കൊടുക്കാതെ ദുആ ചെയ്തുകൊണ്ട് ഒന്നു കൊടുക്കണം. അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബിയദ്ദു വജൂഹു ഔലിയായി വലാ തുസവ്വിദ് വജ്ഹി ബിളുമാതിക യൗമ തസ്വദ്ദു വജൂഹു അഅദായി. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ഔലിയാക്കന്മാരുടെ മുഖം നാളെ പ്രകാശിപ്പിക്കുന്നവൻ നീയല്ലയോ. ആ സന്ദർഭത്തിൽ ഈ പാപിയുടെ മുഖത്തെയും നീ പ്രകാശിപ്പിക്കണമേ. യൗമ തബിയദ്ദു വജൂഹു വതസ്വദ്ദു വജൂഹു. ഒരു കൂട്ടരുടെ മുഖം നാളെ പ്രകാശിക്കുമെങ്കിൽ അത് നിന്റെ ഔലിയാക്കളുടെ മുഖമാണ്, നിന്റെ ആരിഫീങ്ങളുടെ മുഖമാണ്, നീ ഇഷ്ടപ്പെട്ടവരുടെ മുഖമാണ്. ആ മുഖഭാവമുള്ളവരോടൊപ്പം ഈ മുഖത്തെയും കൂട്ടിയിണക്കണമേ. വതസ്വദ്ദു വജൂഹു. അല്ലാഹുവേ പടച്ചവനെ നാളെ മുനാഫിഖീങ്ങളുടെ മുശ്രിക്കീങ്ങളുടെ നിന്നെ ധിക്കരിച്ച ധിക്കാരി വർഗത്തിന്റെ മുഖം നാളെ കറുത്ത് ഇരുണ്ട് മൂടുമല്ലോ അല്ലാഹ്. ആ സന്ദർഭത്തിൽ ഈ ഉള്ളവന്റെ മുഖത്തെയും ആ കൂട്ടത്തിൽ പെടുത്തരുതേ റബ്ബേ എന്ന് എല്ലാ ദിവസവും 5 നേരം ഒന്നുവെടുക്കുമ്പോ മുഖം കഴുകുമ്പോ വിശ്വാസികളെ വിശ്വാസിനികളെ ഈ ദുആ നിങ്ങൾ ചൊല്ലേണമേ. മരിക്കുന്നതിനുള്ളിൽ ഏതെങ്കിലും ഒരു ഒന്നുവിന്റെ സന്ദർഭത്തിൽ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ നാളെ നിങ്ങളുടെ മുഖം പ്രകാശമാനമായിരിക്കും അത്രേ. അല്ലാഹു നമ്മുടെ മുഖം പ്രകാശിപ്പിക്കട്ടെ, ഈമാനോടെ പ്രകാശിപ്പിക്കട്ടെ. അല്ലാതെ ചുമ്മാ സോപ്പിട്ടോ സാൻഡൽ മൈസൂർ സാൻഡൽ സോപ്പിട്ടൊന്നും കഴിയാനൊന്നും മുഖമൊന്നും വെളുക്കില്ല. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട. ഹലാലായത് സമ്പാദിച്ചു തിന്നാൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ ജ്യോതിസ് നിർഗളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ അകലൽ ഹലാല 40 യൗമാ. ആരാൽ ഹലാലായ ഭക്ഷണം 40 ദിവസം കഴിക്കുന്നു നവ്വറല്ലാഹു വജ്ഹഹു വഖൽബഹു. അവന്റെ മുഖത്തെയും അവന്റെ ഹൃദയത്തെയും അല്ലാഹു പ്രകാശിപ്പിക്കുമത്രേ. ഹലാലായ ഭക്ഷണം 40 ദിവസം ഒരാൾ കഴിച്ചാൽ അവന്റെ മുഖത്തു നിന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു നൂർ പ്രകാശം വെളിയിലേക്ക് നയിച്ചു. ചില ആളുകളുടെ മുഖമൊക്കെ കണ്ടാൽ എന്താ രസമായിരിക്കും. ചില ആളുകളുടെ മുഖം കാണുമ്പോൾ ഹലാൽ അത്ര ഔലിയാക്കൾ അത്ര സൂക്ഷിക്കും. മഹാന്മാരെ കണ്ടില്ലേ ചില ആളുകൾ ആര് പൈസ കൊണ്ട് കൊടുത്താൽ കെട്ടുകണക്കിന് കൊണ്ട് കൊടുക്കും. നമുക്കിപ്പോ ഹലാൽ നല്ലൊരു കെട്ടുകണക്കിന് നല്ല മഞ്ഞ കളറിലുള്ള നോട്ട് കിട്ടിയാൽ ചുവന്ന കളറിലുള്ള കട്ട് കിട്ടിയാൽ കട്ടുകൊണ്ട് വരുന്നതായിരിക്കും മോട്ടിച്ചുകൊണ്ട് വരുന്നത്. ആരെങ്കിലും രാത്രി കടം കൂട്ടിട്ട് പോയവനെ കൊള്ളയടിച്ച് വന്നേക്ക് കുത്തി കൊന്നിട്ടിട്ട് പൈസ കൊടുക്കുക, നേരെ കൊണ്ട് ഔലിയാക്ക് കൊണ്ട് കൊടുക്കുകയാണ്. തട്ടിത്തുകൊണ്ടായി ദുനിയാവിനെ അല്ലാതെ ഇഷ്ടപ്പെട്ടത് അവർ ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടത്. ദുനിയാവ് നമ്മൾ കൊണ്ടുപോകുമ്പോ അവർ ആഖിറത്തിലേക്ക് വേണ്ടി അവർ ആ ദുനിയാവിനെ മാറ്റിവെക്കും. ആഖിറത്തിനെ ഇഷ്ടപ്പെടുമ്പോൾ ദുനിയാവ് അവരുടെ പുറകെ പോകും. ദുനിയാവ് അവരുടെ പുറകെ, അള്ളാഹുവിന്റെ മഹാന്മാരുടെ പുറകെ നമ്മൾ അവർക്ക് അവിടെ പുറകെ വരാറുണ്ട്. നമ്മൾ അവരുടെ പുറകെ പോകുന്നു. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. റിഫായി ശൈഖിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഇബ്നുൽ ഖാജയെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. അവരാണ് ദുനിയാവിന്റെ പുറകെ പോയവരാ, ആഖിറത്തിന്റെ പുറകെ പോയവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിന്റെ പുറകെ പോയപ്പോൾ ദുനിയാവ് അവരുടെ പുറകിൽ കൊണ്ടുപോയി കൊടുത്തു. ഒരു മഹാനായ പണ്ഡിതന്മാര്, മഹത്തുക്കളെ, ആലിമീങ്ങൾ, സാദാത്തുകൾ, ആരിഫീങ്ങൾ വരുമ്പോ എത്ര പേരാണ് സ്വീകരിക്കാൻ? എത്ര പേരാണ് ഭക്ഷണം കൊടുക്കാൻ? എത്ര പേരാണ് കാറിൽ കൊണ്ടുപോകാൻ? എത്ര പേരാണ് അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ? ദുനിയാവിന്റെ പുറകെ പോകാതെ ആഖിറത്തിന്റെ പുറകെ പോയാൽ അല്ലാഹു നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ആരിഫീങ്ങളായ ഔലിയാക്കന്മാർക്ക് അല്ലാഹു കൊടുത്ത ഈ സ്ഥാനമാനങ്ങളെല്ലാം അവർ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരല്ല, ആഖിറത്തെ ഇഷ്ടപ്പെട്ടവരാണ്. ആഖിറത്തെ ഇഷ്ടപ്പെട്ടവരാണ്.
സാഹിത്യങ്ങളാണ്, വിരക്തിയുള്ളവരായി മാറി. കാരണം അത് ആശ്രയം കിട്ടാൻ, നബിയെ കിട്ടാൻ, അള്ളാഹയെ കിട്ടാൻ, ആ സ്വർഗ്ഗലോകത്തെത്താൻ ഇതിനു വേണ്ടി അവർ പരിശ്രമിച്ചവരാണ്. അല്ലാഹു അതേപോലെ പരിശ്രമിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ നവ്വറല്ലാഹു വജ്ഹഹു വഖൽബഹു, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഹിക്മത്ത്, ജ്ഞാനം അല്ലാഹു പുറത്തേക്ക് വെളിവാക്കി കൊടുക്കും. നബിയുനാ റസൂലുള്ളാഹി ചില പണ്ഡിതന്മാർ, ചില മഹത്തുക്കൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ പറയുന്ന വാക്കുകളൊക്കെ എത്രയോ സാക്ഷാത്കാരം, യാഥാർത്ഥ്യമായ വാക്കുകൾ പറയുന്നത് അതേപോലെ സംഭവിക്കുന്നു. ചിന്തിപ്പിക്കോ, രക്ഷപ്പെടും, റാഹത്താകും, ശിഫ കിട്ടും. ഇതൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താ? അവർ ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവരുടെ നാവിലൂടെ, ഹൃദയത്തിൽ നിന്ന് ഹിക്മത്തുകൾ, ജ്ഞാനം വെളിയിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. മറിച്ച് ഹറാമായ ഭക്ഷണമാണ് ഒരുത്തൻ കഴിച്ചതെങ്കിലോ അവൻ എത്ര നമസ്കരിച്ചാലും ചെയ്താലും അവന്റെ ഹിക്മത്ത്, അവന്റെ ഖൽബ്, അവന്റെ മുഖം സന്തോഷത്തിലാവുകയില്ല, അവന്റെ ഹൃദയ കാഠിന്യത ഒരിക്കലും മാറുകയില്ല. ഇന്നൽ അബ്ദ ഇന്ന ശാബ ഇദാ തഅബ്ബദ അല്ലാഹ് ഖാല ശൈത്താനു ലിഅവാനി ഉൻദുറൂ മിൻ ഐന മത്അമഹു فإن كان مطعمه مطعم حرام قال الشيطان دعوه واتركوه يتعب ويجتهد فقد كفاكم نفسه. ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയായ സഹോദരി നമസ്കരിക്കുകയാണ്, വലിയ ഭവ്യതയോടെ നമസ്കരിക്കുകയാണ്, ഖുർആൻ പാരായണം നടത്തുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, സലാത്ത് ചൊല്ലുകയാണ്, സുന്നത്ത് നോക്കെടുക്കുകയാണ്. പിശാച് തന്റെ കൂട്ടുകാരനോട് പറയും, ഒന്ന് അന്വേഷിക്കണമേ, നോക്കണമേ ഇവന്റെ ഭക്ഷണം എവിടെയെന്നില്ല. ഹറാമായ ഭക്ഷണമാണ് ഇവൻ കഴിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതെങ്കിൽ, ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നോമ്പ് പിടിക്കുന്നതെങ്കിൽ, ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ദിക്ർ ചൊല്ലുന്നതെങ്കിൽ, ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് തസ്ബീഹ് ചൊല്ലുന്നതെങ്കിൽ, പിശാച് തന്റെ അനുയായികളോട് വിളിച്ചു പറയും അത്രേ, അവനെ അങ്ങ് വിട്ടേക്കുക, അവനെ ശല്യപ്പെടുത്തേണ്ടതില്ല. അവൻ വെറുതെ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് യാതൊരു പുണ്യവുമില്ല. പിശാച് പറയാണ്, നല്ല എന്താ നിയത്ത് വരുന്നില്ല, എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് കെട്ടി നിസ്കരിക്കും. പക്ഷെ എന്താ, ഹറാമിന്റെ അംശമാണ് വയറ്റിൽ കിടക്കുന്നത്. എന്റെ പൊന്നേ, നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ ദിക്ർ അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ ഖുർആനോത്ത് അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ട, ഹബീബായ തങ്ങളുടെ മുറാഫഖത്ത് നീ പ്രതീക്ഷിക്കണ്ട, അവിടുത്തെ ശഫാഅത്ത് നീ പ്രതീക്ഷിക്കണ്ട. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന കാശിങ്ങോട്ട് പോട്ടെ, കാശ് പോട്ടെ, അത് എവിടുന്നോ എങ്ങനെയോ, കാശിന്റെ പേരിൽ തമ്മിലടി, പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, ചെയർമാൻ സ്ഥാനം, കൺവീനർ സ്ഥാനം, ഖജാൻജി സ്ഥാനം, ഹലാല് ഹറാമ് സൂക്ഷിക്കാതെ സഹോദര, നിന്റെ പള്ളയിൽ 1 രൂപയുടെ ഹറാമിന്റെ ഭക്ഷണമോ വെള്ളമോ കടന്നു പോയാൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുത്തായ വാക്കാണിത്, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സീല് വെക്കുമത്രേ, ഈമാൻ നിനക്ക് നഷ്ടപ്പെട്ടു പോകുമത്രേ. നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ وإن الله أمر المؤمنين بما أمر به المرسلين يا أيها الرسل كلوا من طيبات ما رزقناكم واشكروا لله.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇന്നല്ലാഹ തയ്യിബുൻ അല്ലാഹു നല്ലവനാണ് ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല ഹലാലല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല വഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ നിശ്ചയം അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് കമാ അമറ ബിഹിൽ മുർസലീൻ മുർസലീങ്ങളായ പ്രവാചകന്മാരോട് അംബിയ മുർസലീങ്ങളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതൊന്നു തന്നെയാണ് വിശ്വാസികളെ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് മുർസലീങ്ങളായ പ്രവാചകന്മാരോട് അല്ലാഹു കൽപ്പിച്ചത് യാ അയ്യുഹർ റസൂൽ ഹേ പ്രവാചകന്മാരെ ഖുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് നല്ലത് മാത്രമേ ഭക്ഷിക്കാവേ നല്ലത് മാത്രമേ കഴിക്കാവേ നല്ലത് മാത്രമേ സമ്പാദിക്കാവേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകന്മാരോട് കൽപ്പിച്ചത് തന്നെയാണ് അവരുടെ അനുയായികളായ നമ്മോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ സഹോദരാ ഹലാൽ കഴിച്ച് മരിച്ചു പോയവന് മാത്രമേ റബ്ബിന്റെ തിരുമുഖം കാണാൻ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ അപ്പൊ ഒന്നെടുക്കുമ്പോ ദുആ അറാമ നോട്ടുകൾ എത്ര ദുആ ഒന്നെടുക്കുമ്പോ എങ്ങനെയാണ് അവന്റെ ദുആ ഞാൻ സ്വീകരിക്കുക കാരണം മൽബസുഹു ഹറാം വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം എങ്ങനെയാണ് അവന്റെ ദുആ ഞാൻ സ്വീകരിക്കുക അവന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാ അവന്റെ പള്ളയിൽ വിളക്കുന്ന ഭക്ഷണം ഹറാമാ അവൻ കുടിച്ച പാനീയം ഹറാമാ പിന്നെങ്ങനെയാണ് അവന്റെ ദുആ ഞാൻ സ്വീകരിക്കുക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹറാമിന്റെ ഒരംശമെങ്കിലും സമ്പാദിക്കുന്നവന്റെ ദുആയും ഇബാദത്തും സ്വീകരിക്കുകയില്ലത്രേ ഹലാൽ സമ്പാദിച്ചത് ആമി ആമി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഹലാലൊന്നും ആവില്ല ഹലാല് പണ്ടുപോലെ ശീലിച്ചു ആമി പറയാന്നുള്ളത് പെട്ടെന്ന് ഒരാളിക്ക് അള്ളാഹ് നമ്മളെല്ലാം കുന്നുകളായിട്ട് എന്ന് പറഞ്ഞാലും ആമി എന്ന് പറയും ആമി പറയും ഹലാൽ പരിശ്രമം സമ്പാദിച്ചോളെ ഔലിയാക്കന്മാരായി മരിക്കാൻ പറ്റും ആ റബ്ബിന്റെ തിരുമുഖം കാണാൻ പറ്റും വിവിധങ്ങളുടെ ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹം അതിന് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറത്തിലെത്തുകയും വിവിധങ്ങൾ നമ്മളെ കൈക്കുപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മുഖത്ത് ഈമാന്റെ ലക്ഷണങ്ങളാണ് ഈമാന്റെ ലക്ഷണങ്ങളാണ് ആ ഈമാന്റെ ലക്ഷണമുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ അല്ലാതെ ശഫാഅത്ത് എന്നൊരു വിഷയമില്ല നാളെ ലളിതങ്ങൾക്കാണ് ശഫാഅത്ത് ചില അർഹതയുള്ളത് ഞാനായിരിക്കും ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നതും ആദ്യമായി ശഫാഅത്ത് ചെയ്യപ്പെടുന്നതും ഞാനാണ് നബിയുനാ റസൂലുള്ളാഹി كان نبيا منجي الأمة يوم يقوم الناس بجمة نفسي 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 حتى رسالة يعني آدم موسى وعيسى وروح الله خليلا الله خليلا كان نبيا منجي الأمة يوم يقوم الناس بجمة نفسي 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 حتى رسالة يعني آدم موسى وعيسى وروح الله خليلا الله خليلا لا لو إلا بالأمة هم لأمة للرحمة يبكي يفر ثم يخر ساجدا سالا ربي أمتي سلم أمتي سلم نال سؤالا نال سؤالا لا لو إلا بالأمة هم لأمة للرحمة يبكي